ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഹാക്കേഴ്സ് ഈ പറയുന്ന പോലെ സ്പൈവേഴ്സും മറ്റൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ഡിവൈസുകളെ കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. സോ നമ്മൾ ഇതിനായിട്ടൊരു C2 സെർവർ ബിൽഡ് ചെയ്യും. നിങ്ങൾ C2 സെർവറിനെ പറ്റിയിട്ടുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവും. കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡീകമ്പൈൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ നമ്മൾ C2 സെർവേഴ്സിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. സോ ഷുവറായിട്ട് അത് ചെക്കൗട്ട് ചെയ്യുക. ദെൻ ഈ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേയായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. നിങ്ങൾ C2 സെർവേഴ്സ് എന്താണെന്നുള്ള കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കിയിരിക്കണം. ഇന്നിവിടെ കാണിക്കുന്ന ഡെമോൺസ്ട്രേഷൻ എൻ്റെ സ്വന്തം റിസ്കിൽ എൻ്റെ സ്വന്തം സിസ്റ്റത്തിൽ ഞാൻ ചെയ്യുന്നതാണ്. സോ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഡയഗ്രാം വെച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിനുശേഷം ഞാനിത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെർവറിൽ നിന്നാണ്. സോ നമ്മളുടെ സെർവർ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് അറ്റാക്കർ ആയിരിക്കും കോൺഫിഗർ ചെയ്യുക. ദെൻ ഈ സെർവറിന്റെ അടുത്തേക്ക് ഈ ക്ലയന്റിന് ഒരു കണക്ഷൻ ഉണ്ടാവും. അതായത് നമ്മൾ ക്ലയന്റിന്റെ അകത്ത് ഏതെങ്കിലും രീതിയിൽ ഒരു മാൽവെയറോ സ്പൈവെയറോ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ ഈ പറയുന്ന സ്പൈവെയർ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സർവീസ് റൺ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? സെർവറുമായിട്ട് കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് ക്ലയന്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീക്കൺ റിക്വസ്റ്റ് അയക്കും. ബീക്കൺ റിക്വസ്റ്റ് മീൻസ് ഈ സെർവറിന്റെ അകത്ത് എന്തെങ്കിലും ടാസ്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. സോ ഈ ബീക്കൺ റിക്വസ്റ്റ് അയക്കുന്ന ടൈമിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ടാസ്ക് ഇവിടെ ഉണ്ടെങ്കിൽ ആ ടാസ്കിന്റെ റെസ്പോൺസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഈ ക്ലയന്റിലേക്ക് പോകുക. ആ ടാസ്ക് എന്തായിട്ട് പോകും? റെസ്പോൺസ് ആയിട്ട് പോകും. സോ ഈ ടാസ്കിനെ ഈ ക്ലയന്റ് അതിന്റെ ലോക്കൽ മെഷീനിൽ വെച്ച് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം അതിന്റെ റിസൾട്ട് തിരിച്ച് സെർവറിന് കൊടുക്കുന്നു. ദെൻ അറ്റാക്കർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അറ്റാക്കർ ഫസ്റ്റിലെ ഒരു കമാൻഡ് റിക്വസ്റ്റ് ആണ് അയക്കുന്നത്. ഈ കമാൻഡ് റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാസ്ക് ആയിരിക്കും. ഈ കമാൻഡിന്റെ അകത്ത് ഒരു ടാസ്ക് ഇൻക്ലൂഡ് ആയിരിക്കും. ഈ ടാസ്ക് ഇവിടെ ക്യൂവിന്റെ അകത്ത് ആഡ് ചെയ്ത് വെച്ചേക്കും. ദെൻ എന്ത് ചെയ്യും? ഇത് എപ്പോഴാണോ എക്സിക്യൂട്ട് ആയി കഴിയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ക്യൂയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. മാത്രമല്ല ഈ കമാൻഡ് റിക്വസ്റ്റ് ഇവിടെ അക്സെപ്റ്റ് ആയി കഴിഞ്ഞാൽ കമാൻഡിന് ഒരു റെസ്പോൺസ് കൊടുക്കും. അതായത് ഈ റിസൾട്ട് അല്ല റെസ്പോൺസ് ആയിട്ട് പാസ് ചെയ്യുന്നത്, ഇത് അക്സെപ്റ്റ് ആയി എന്ന് പറയുന്ന രീതിയിൽ ഒരു റെസ്പോൺസ് ആയിരിക്കും തിരിച്ചു കൊടുക്കുക. ഇതാണ് ഇതിന്റെ ബേസിക് സ്ട്രക്ചർ. നമുക്കിത് നേരെ ഇംപ്ലിമെന്റേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സോ ഞാൻ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. സോ ഞാനിപ്പോ ഇവിടെ ബൂട്ട് ചെയ്തേക്കുന്നത് എന്റെ C2 സെർവർ ഉണ്ട് ഇവിടെ. ഈ C2 സെർവർ എന്ന് പറയുന്ന ഒരു ഉബുണ്ടു സെർവർ ആണ്. ദെൻ ഞാൻ ഇവിടെ ക്ലയന്റ് മെഷീൻ ആയിട്ട് എടുത്തേക്കുന്ന ഉബുണ്ടു എന്ന് പറയുന്ന ലിനക്സിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ഇനി നമുക്ക് ഇതിന്റെ അകത്ത് എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത് ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാം. സോ ഫസ്റ്റിലെ ഞാനിവിടെ ചെയ്തേക്കുന്നത് ഞാൻ ജസ്റ്റ് ക്ലയന്റ് മെഷീൻ ഒന്ന് ലോഗിൻ ചെയ്യാം. സോ ഞാനിവിടെ ക്ലയന്റ് മെഷീൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് സെർവർ ഒന്ന് ഓണാക്കി ഇടാം. സോ അതിനായിട്ട് ഞാൻ എന്റെ പവർ ഷെൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതാണ് എന്റെ C2 സെർവർ. ഞാൻ ഇതിന്റെ അകത്തേക്ക് SSH ചെയ്യാണ്. സോ നമ്മളിപ്പോ സെർവറിന്റെ അകത്ത് ലോഗിൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഈ സെർവർ റൺ ചെയ്യാം. സോ ഞാനിവിടെ ഒരു കോഡ് പാർട്ട് വെച്ചിട്ടുണ്ട്. ഈ കോഡ് ഐ തിങ്ക് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം, ലൈക്ക് എങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ കറന്റ് നമുക്കിപ്പോ ഇവിടെ ജസ്റ്റ് എക്സിക്യൂഷൻ പാർട്ട് മാത്രമേ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഇപ്പോ സെർവർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലയന്റ് സൈഡിലാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളത്. സോ ഇനി നമുക്ക് റിയൽ വേൾഡ് സെനാറിയോയിലേക്ക് വരാം. നിങ്ങൾക്ക് ആരെങ്കിലും രീതിയിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാനോ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഒരു പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്താതെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അതൊരു സ്പൈവെയർ ആയിരിക്കാം. സോ ഞാനിവിടെ ഇപ്പോൾ ഒരു സ്പൈവെയർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് എന്റെ സ്പൈവെയറിന്റെ ഫയൽ. ഞാനിവിടെ ബിൽഡ് ചെയ്തേക്കുന്നത് calculator.db എന്ന് പറയുന്ന ഒരു ഫയലാണ്. DB എന്ന് പറയുന്നത് DB ഒരു പാക്കേജ് ആണ്. സോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. സോ DPKG എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്ത് ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കാൽക്കുലേറ്റർ കാണാനായിട്ട് പറ്റും. ഇത് ജസ്റ്റ് ഒരു നോർമൽ ഒരു ഫണ്ടമെന്റൽ ഒരു കാൽക്കുലേറ്റർ. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ വരുന്ന സോഫ്റ്റ്വെയർ വേറെ എന്തെങ്കിലും ആയിരിക്കാം, മേ സംതിങ് ലൈക്ക് ഒരു ആപ്ലിക്കേഷന്റെ സ്പൂഫ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഒരു കോഡ് ആയിരിക്കാം. സോ ഇതിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. സോ ഇതിപ്പോൾ എന്റെ സെർവർ സൈഡ് ഞാൻ ഇവിടെ ഒരു സൈഡ് ഓൺ ആക്കിയിട്ടുണ്ട് ഫോർ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ക്ലയന്റ് വിർച്വൽ ബോക്സ്. അതായത് ഈ മെഷീന്റെ പേരാണത്. ഇതാ കണ്ടോ, ക്ലയന്റ് വിർച്വൽ ബോക്സ് എന്ന് പറയുന്നത് ഈ മെഷീന്റെ ഹോസ്റ്റ് നെയിം ആണ്. ദെൻ അതിനകത്ത് വേറെ കുറച്ച് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഇതിന്റെ OS ലിനക്സ് ആണെന്നും യൂസറിന്റെ നെയിം ക്ലയന്റ് ആണെന്നൊക്കെ വന്നിട്ടുണ്ട്. സോ നമുക്കിനി ഇതിന്റെ അകത്ത് എങ്ങനെയാണ് ആസ് ആൻ അറ്റാക്കർ ഇതിന്റെ അകത്ത് മാനിപ്പുലേഷൻ നടത്താൻ നോക്കാം. സോ ഞാനിപ്പോ എന്റെ ഒരു പുതിയ WSL ഷെൽ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇനി എന്ത് ചെയ്യാം, ടാസ്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോ റൈറ്റ് ചെയ്തേക്കുന്ന കമാൻഡ് ഹുവാമൈ ആണ്. സോ ജസ്റ്റ് ഇത് മാറ്റിയിട്ട് നമുക്ക് PWD ട്രൈ ചെയ്ത് നോക്കാം. ബിക്കോസ് നമുക്ക് ഹുവാമൈ ഓൾറെഡി കിട്ടിയല്ലോ ക്ലയന്റ് എന്ന് പറയുന്നത്. ദെൻ PWD ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതിപ്പോ അസൈൻ ആയി എന്നുള്ള റെസ്പോൺസ് ആണ് ഈ തന്നേക്കുന്നത്. ദെൻ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ടാസ്ക് ക്യൂ ആയെന്ന് കാണാം. ഇനി ജസ്റ്റ് ഞാനിവിടെ 77+3 ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിസൾട്ട് 18 വരുന്നുണ്ട്. സെയിം ടൈം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ഇവിടെ റിസൾട്ട് റിസീവ് ആയിട്ടുണ്ട്. ഹോം ക്ലയന്റ് കാൽക്കുലേറ്റർ DB എന്ന് പറയുന്ന ഫയലിന്റെ അകത്താണ് ഞാൻ ഉള്ളതെന്നാണ് തന്നിരിക്കുന്നത്. സോ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ജസ്റ്റ് കുറച്ചുകൂടെ അഡ്വാൻസ് ചെയ്യുന്ന രീതിയിൽ ഞാനിവിടെ
ls എന്ന് പറയുന്ന കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാം. സോ അതിവിടെ ക്യൂ ആയിട്ടുണ്ട്. ദെൻ ഞാനിവിടെ ഈക്വൽ ടു അടിച്ചു, ഇതേ കണ്ടോ എൻ്റെ തിങ് വരുന്നുണ്ട്. ദെൻ ഞാനിവിടെ ഈ പറയുന്ന കാൽക്കുലേറ്റർ ഡോട്ട് പൈ എന്ന് പറയുന്ന ഫയൽ എനിക്ക് റീഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. സെയിം തിങ്, ഒരു ചെറിയ മാനിപ്പുലേഷൻ മാത്രം വരുത്തിയാൽ മതി. cat കാൽക്കുലേറ്റർ ഡോട്ട് പൈ അപ്ലോഡ് ആയിട്ടുണ്ട്. സെർവറിൻ്റെ അകത്തേക്ക് വരിക. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും രീതിയിലൊരു മാനിപ്പുലേഷൻ നടക്കുന്ന ടൈമിലായിരിക്കും എന്ത് സംഭവിക്കുക, നമുക്ക് ഈ റെസ്പോൺസുകൾ തിരിച്ചു തരുന്നു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കാൽക്കുലേറ്ററിൻ്റെ ആ ഒരു ഫുൾ കോഡ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ദെൻ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏത് രീതിയിലാണ് മാനിപ്പുലേറ്റ് ചെയ്യാം. ലൈക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ കോഡ് ഇൻജെക്ട് ചെയ്യാം ഒരു പെർസിസ്റ്റൻസിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ അകത്ത് SSHന്റെ പുതിയ യൂസേഴ്സിനെ ആഡ് ചെയ്യാം. അങ്ങനെ എന്ത് വേണം, ഫുൾ പ്രിവിലേജ് ആണ് ഈ സാധനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഇങ്ങനെയാണ് നിങ്ങൾ അൺയൂഷ്വൽ ആയിട്ട് ഏതെങ്കിലും രീതിയിൽ ആപ്ലിക്കേഷൻസോ മറ്റോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഹാക്കേഴ്സ് ഇത് യൂസ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റംസും ഡിവൈസ് ഒക്കെ കൺട്രോളിൽ എടുക്കുന്നത്. നിങ്ങൾ അറിയുന്നവരുണ്ടാവില്ല. നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഫീൽ ചെയ്തില്ലേ. ലൈക്ക് ഇത് ജസ്റ്റ് ഒരു നോർമൽ കാൽക്കുലേറ്റർ ആണ്, ഇതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. ദെൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് റൺ ആവുന്നുണ്ടെന്ന് പോലും അറിയത്തില്ല. ബിക്കോസ് ഇത് നോർമൽ ഒരു UIയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇത് ഫുൾ ഇവേഡിങ് ടാക്ടിക്സ് ആണ്. ലൈക്ക് ഇത് നിങ്ങൾ വയർഷാർക്ക് വെച്ച് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാണാനായിട്ട് പറ്റില്ല. അത് നമുക്ക് വേറൊരു വീഡിയോ, ഞാൻ ഇതിന്റെ ബിൽഡ് ചെയ്യുന്ന ടൈമിലുള്ള വീഡിയോ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് പറഞ്ഞു തരാം. സോ ഇത് ഈ ഫുള്ളി ഇവേഡ് ചെയ്യുന്ന ഒരു അനലിസ്റ്റിനും പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിൽ എൻഡ് പോയിന്റ്സ് എല്ലാം ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു പ്യുവർ സ്പൈവെയർ ആണ്. സോ ഇങ്ങനെയാണ് ബേസിക്കലി നിങ്ങൾ അൺയൂഷ്വൽ ആയിട്ട് ആപ്ലിക്കേഷൻസോ മറ്റോ ഒക്കെ തന്ന ആൾക്കാർ സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് ദെൻ നിങ്ങളുടെ നിന്നുള്ള ഡീറ്റെയിൽസ് മൊത്തം ഫെച്ച് ചെയ്തെടുക്കുന്നത്. ഫുൾ കൺട്രോൾ ആണ്, ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഫിഷ് ചെയ്യുന്ന സാധനം മാത്രമല്ല, നിങ്ങൾക്ക് തരുന്ന ഒരു സാധനം. ഇതിപ്പോ DB പാക്കേജ് ആണ്. ഇത് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ തരാം. എങ്ങനെയായാലും ഈ ജസ്റ്റ് ഒരു കോഡ് എക്സിക്യൂട്ട് ആയാൽ മാത്രം മതി, ബാക്കിയെല്ലാം സെൽഫായിട്ട് തന്നെ ഇത് ചെയ്തോളും. സോ ഇതേപോലെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മെത്തേഡ്സ് ഇന്ന് ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം അവെയർ ആയിരിക്കണം എന്നുള്ള ഒരു കൺസേണിന്റെ പുറത്താണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിത് എങ്ങനെ ബിൽഡ് ചെയ്തു എന്നുള്ള കണ്ടന്റ് എല്ലാം നിങ്ങൾക്ക് വരുന്ന വീഡിയോസിന്റെ അകത്ത് പറഞ്ഞുതരാം. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. എല്ലാവരും താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരുപാട് പേരും ഇതിനൊക്കെ റെഗുലേറ്റഡ് അല്ലാത്ത പാക്കേജസ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് യൂസ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ അതിനെ തറോലി ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സൈബർ സെക്യൂരിറ്റി അറിയാവുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്തതിന് ശേഷം മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻ്റയർ ഡേറ്റ, എൻ്റയർ സിസ്റ്റം കോംപ്രമൈസ്ഡ് ആണ്. അവർക്കത് ഏത് രീതിയിൽ വേണോ യൂസ് ചെയ്യാം. സോ സ്റ്റേ സേഫ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.